തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 20ാമത്തെ വീഡിയോ. ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഇൻകം ഇൻ റുപ്പീസ് 55 to 58, 58 to 61, 61 to 64, 64 to 67, 67 to 70. Section A 12, 17, 18, 23, 11. Section B 20, 22, 25, 30, 7. The question contains two continuous series. Find Carl Pearson's coefficient of skewness separately. Income in rupees section A വെച്ച് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാം. പിന്നീട് ഇൻകം ഇൻ റുപ്പീസും പിന്നെ സെക്ഷൻ ബിയും വെച്ച് വീണ്ടും കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം കണ്ടുപിടിക്കാൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അങ്ങനെയാണ് കാണേണ്ടത്. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് സെപ്പറേറ്റ്ലി. പക്ഷേ ഇവിടെ ഇൻകം ഇൻ റുപ്പീസ് പറഞ്ഞാൽ 55 to 58, 58 to 61, 61 to 64, 64 to 67, 67 to 70. അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. പിന്നെ ഫ്രീക്വൻസി ആയിട്ട് 12, 17, 18, 23, 11 എഴുതാം സെക്ഷൻ എക്ക്. ഇനി അടുത്ത് നമുക്ക് മിഡ് വാല്യൂ എക്സ് വേണം. മിഡ് വാല്യൂ എക്സ് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് 55 to 58 ആണ്. അപ്പോൾ 56.5 ആയിരിക്കും ആദ്യത്തെ മിഡ് വാല്യൂ. പിന്നെ 59.5, 62.5, 65.5, 68.5 അങ്ങനെയായിരിക്കും. പിന്നെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാൾ പിയേഴ്സൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മീൻ കാണാൻ സിഗ്മ എഫ് എക്സ് വേണം. ഇവിടെ എക്സിന് 56.5, 59.5, 62.5 അങ്ങനെയൊക്കെയുള്ള വാല്യൂസാണ്. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കാണുമ്പോൾ എക്സിൻ്റെ സ്ക്വയറും പിന്നെ എഫും കൂടെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അതിന് ആദ്യത്തെ കോളത്തിലെ ഇൻകം ഇൻ റുപ്പീസ് എഴുതി, അതുപോലെ തന്നെ താഴെ എഴുതി. പിന്നെ അടുത്ത കോളത്തിലെ ഫ്രീക്വൻസി എഴുതി. അതിനും ആ ടോട്ടൽ ചെയ്തപ്പോൾ 81 കിട്ടി. പിന്നെ മിഡ് വാല്യൂ എക്സും എഴുതി. 56.5, 59.5, 62.5, 65.5, 68.5. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കണം. ഡി ഡാഷ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ ബൈ സി. എക്സ് മൈനസ് എ ബൈ സി. ഓരോ എക്സിൽ നിന്നും എ മൈനസ് ചെയ്യുക, സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ എന്നാണ്, അഭ്യൂഹ മാധ്യം. അതായത് മിഡ് വാല്യൂ എക്സിലെ ഏതെങ്കിലും ഒരു വാല്യൂ എ ആയിട്ട് എടുക്കുക, ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കുക. സെൻറ്ററിലുള്ള എടുത്താൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 62.5നെ ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എക്സ് മൈനസ് എ ബൈ സി പറഞ്ഞാൽ 56.5 മൈനസ് 62.5, 56.5 മൈനസ് 62.5 ഡിവൈഡഡ് ബൈ സി. സി എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിൻ്റെയും ക്ലാസ് വിഡ്ത്താണ്, 3 ആണ്. അപ്പോൾ ആദ്യം 56.5 മൈനസ് 62.5 ബൈ 3 മൈനസ് 2. ഈ 62.5 ആണ് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്, ഏകദേശം സെൻറ്ററിലുള്ളത്. മിഡ് വാല്യൂ എക്സ് എന്നുള്ള കോളത്തിൻ്റെ ഏകദേശം സെൻറ്ററിലുള്ള എടുക്കുന്നതാണ് അഭികാമ്യം. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യത്തെ എടുത്താൽ എല്ലാം പോസിറ്റീവായി കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. മിഡിലെടുത്താൽ കുറച്ചുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ 62.5 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 56.5 മൈനസ് 62.5 ബൈ 3 മൈനസ് 2. ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 6 ആണ് വരിക. അപ്പോൾ മൈനസ് 6 ബൈ 3 മൈനസ് 2. പിന്നെ 59.5 മൈനസ് 62.5 ബൈ 3 മൈനസ് 3 ബൈ 3 മൈനസ് 1. പിന്നീട് 62.5 മൈനസ് 62.5 ബൈ 3 0. പിന്നെ 65. എല്ലാ എക്സിൽ നിന്നും 62.5 മൈനസ് ചെയ്യണം. അപ്പോൾ 62.5 നിന്നും 62.5 മൈനസ് ചെയ്യേണ്ടതുണ്ട്. 65.5 മൈനസ് 62.5 ഡിവൈഡ് ബൈ 3, 3 ബൈ 3 1. 68.5 മൈനസ് 62.5 ഡിവൈഡ് ബൈ 3, 6 ബൈ 3 2. ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കണം. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ അതിനെ എഫ് കൊണ്ട് ഗുണിക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ എക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ വരും. പിന്നെ അതിനെ എഫ് കൊണ്ട് ഗുണിക്കുക. എഫും ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്തത്. നമ്മളിതിന് മുമ്പ് ചെയ്ത എല്ലാ പ്രോബ്ലംസും ഈ രീതിയിലും ചെയ്ത് നോക്കാം.
അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാവുന്നതുമാണ്. അടുത്ത കോളം എഫ് ഇൻറ്റു ഡി ഡാഷ്. എഫ് എക്സിന് പകരം എഫ് ഡി ഡാഷ്, അത്രേ ഉള്ളൂ. അവിടെ എക്സ് ഉള്ളിടത്തൊക്കെ ഇവിടെ ഡി ഡാഷ് ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എഫ് ഇൻറ്റു ഡി ഡാഷ് 12 ഇൻറ്റു -2 -24, 17 ഇൻറ്റു -1 -17, 18 ഇൻറ്റു 0 0, 23 ഇൻറ്റു 1 23, 11 ഇൻറ്റു 2 22. ടോട്ടൽ ചെയ്തു. 22 + 23 45, 24 + 17 41. ഇത് -41ഉം ഇവിടെ 45ഉം ആണ്. 45ഉം -41ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 4. അടുത്ത എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ. ഡി ഡാഷിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. നേരത്തെ എഫ് എക്സ് സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ ആണ്. എങ്ങനെ കണ്ടെത്താം? എഫ് ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ്. ഈ രണ്ട് കോളങ്ങൾ എഫ് ഡി ഡാഷും ഡി ഡാഷും തമ്മിൽ ഗുണിച്ചാൽ മതി. -24 ഇൻറ്റു -2 48, -17 ഇൻറ്റു -1 17, 0 ഇൻറ്റു 0 0, 23 ഇൻറ്റു 1 23, 22 ഇൻറ്റു 2 44. ടോട്ടൽ ചെയ്തപ്പോൾ 132. അപ്പോൾ എഫ് ഡി ഡാഷ് 4 ആണ്. എഫ് ഡി ഡാഷ് സ്ക്വയറിൻ്റെ സമ്മ് 132. സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ 132, സിഗ്മ എഫ് ഡി ഡാഷ് 4 ക്യാപിറ്റൽ N 81. ഇനി അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. എ പ്ലസ് അതായത് 62.5 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി 4/81 ഇൻറ്റു സി. 4/81 ഇൻറ്റു 3 4/27. അത് സിംപ്ലിഫൈ ചെയ്യണം. 62.5 പ്ലസ് 4/27 ആണ് മീനായിട്ട് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ. അത്രയും റൂട്ടിനകത്ത്. റൂട്ടിന് ഔട്ട് സൈഡിൽ ഇൻറ്റു ക്ലാസ് വിഡ്ത്ത് സി ഇൻറ്റു സി. അങ്ങനെയാണ്. മോഡ് സാധാരണ പോലെ തന്നെ. മോഡ് എങ്ങനെ കണ്ടുപിടിക്കും? എൽ പ്ലസ് F1 - F0 by 2F1 - F0 - F2 into C. മോഡൽ ക്ലാസ് വന്നാൽ ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ മോഡൽ ക്ലാസ് ആയിട്ട് വരുന്നത് 64 to 67 ആണ്. അപ്പോൾ L 64, F0 18, F1 23, F2 11, C 3. അത് വെച്ച് മോഡ് കണ്ടെത്താം. ഹിയർ A equal to assumed mean 62.5. A value in mid value x column called assumed mean. നമുക്ക് ഏത് വാല്യൂ വേണേൽ എടുക്കാം. നമ്മൾ ഏകദേശം സെൻറ്ററിലുള്ള വാല്യൂ എടുത്തു 62.5. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ x - a/c ആണ്. സി ക്ലാസ് ഇൻ്റർവൽ സി ആണ്. അടുത്ത് അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല. മീൻ എക്സ് ബാർ ഈക്വൾ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ഡി ഡാഷ് എടുക്കാതെ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് സിഗ്മ എഫ് എക്സ് ബൈ എന്നേ ഉള്ളൂ. അസ്യൂംഡ് മീൻ എ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി 62.5 പ്ലസ് 4/81 ഇൻറ്റു 3 62.5 പ്ലസ് 12/81 അതായത് 4/27. സിംപ്ലിഫൈ ചെയ്താൽ 62.5 പ്ലസ് 0.148 62.648. അരിത്തമെറ്റിക് മീൻ കിട്ടി. ഇനി മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് ഈക്വൽ ടു ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി 64 to 67. L lower limit of model class 64. F0 frequency of the class just preceding the model class 18. F1 frequency of model class 23. F2 frequency of the class just succeeding the model class 11. Class interval 3. Then mode equal to L plus F1 minus F0 by 2F1 minus F0 minus F2 into C equal to 64 plus 23 minus 18 divided by 2 into 23 minus 18 minus 11 into 3. 64 plus 5 into 3 by 17. 64 plus 0.88 64.88. Mean I mod I. At the standard deviation. Root of sigma f d dash square by n minus sigma f d dash square by n. Sigma f d dash by n whole square into c. Standard deviation equal to root of sigma f d dash square by n minus sigma f d dash by n whole square. അത്രയും റൂട്ടിനകത്താണ്. ഔട്ട്സൈഡിൽ റൂട്ടിന് ഔട്ട്സൈഡിൽ ഇൻറ്റു സി. ഇത് ഷോർട്ട് കട്ട് മെത്തേഡിൽ
ഡയറക്റ്റ് രീതിയാണെങ്കിൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ. ആ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ഡി ഡാഷ് ഉണ്ട്. പിന്നെ അധികമായിട്ട് ഇൻറ്റു ഒരു സി ഉണ്ട്. കാരണം നമ്മൾ എ കാണുമ്പോൾ ഡി ഡാഷ് കാണുമ്പോൾ ഒരു സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. ഈക്വൽ ടു ആ എഫ് ഡി ഡാഷ് സ്ക്വയറിൻ്റെ ടോട്ടൽ 132 ആണ്. 132 ബൈ ഈ 81 മൈനസ് 4/81 സ്ക്വയർ. അത്രയും റൂട്ടിനകത്ത്. അതിന് ശേഷം ആ റൂട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു റൂട്ട് ഓഫ് 1.6296 മൈനസ് 0.00244. അത്രയും റൂട്ടിനകത്ത്. റൂട്ടിന് ഔട്ട് സൈഡിൽ ഇൻറ്റു 3. ആ റൂട്ടിനകത്തുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ റൂട്ട് ഓഫ് 1.62716 എന്ന് വരും. ഔട്ട് സൈഡിൽ ഇൻറ്റു 3. ആ റൂട്ട് 1.62716 1.2756 ആണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3.827. സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി, മീനായി, മോഡായി. അടുത്ത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 62.648 minus 64.88 divided by 3.827 equal to minus 0.58. Minus 0.58 ആണ് സെക്ഷൻ എയുടെ സ്ക്യൂനെസ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. സെക്ഷൻ ബി income in rupees 55 to 58, 58 to 61, 61 to 64, 64 to 67, 67 to 70. Frequency 20, 22, 25, 30, 7, 87. Mid value 56.5, 59.5, 62.5, 65.5, 68.5. D dash -2, -1, 0, 1, 2. ഇതുവരെ മാറ്റമൊന്നുമില്ല. സെക്ഷൻ എയുടെ അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് കോളവും തേർഡ് കോളവും ഫോർത്ത് കോളവും. എഫ് ഡി ഡാഷിൽ മാറ്റമുണ്ട്. എഫ് ഡി ഡാഷ് എന്ന് വെച്ചാൽ ഇവിടെ എഫ് മാറ്റമുള്ളത് കൊണ്ട് ഡി ഡാഷ് ഇൻറ്റു എഫ് ഡിഫറെൻ്റ് ആയിരിക്കും. 20 ഇൻറ്റു -2 -40, 22 ഇൻറ്റു -1 -22, 25 ഇൻറ്റു 0 0, 13 ഇൻറ്റു 1 13, 7 ഇൻറ്റു 2 14, ടോട്ടൽ -35. ഇവിടെ -62 ആണ്, ഇവിടെ 27 ആണ്. -62ഉം 27ഉം ആഡ് ചെയ്യുമ്പോൾ -35. അടുത്ത എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ. എഫ് ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് -2 ഇൻറ്റു -40 80, -1 ഇൻറ്റു -22 22, 0 ഇൻറ്റു 0 0, 1 ഇൻറ്റു 13 13, 2 ഇൻറ്റു 14 28, ടോട്ടൽ 143. ഹിയർ എ ഈക്വൽ ടു 62.5. നേരത്തെ പോലെ തന്നെ ഡി ഡാഷ് എന്ന എക്സ് മൈനസ് എ ബൈ സി ആണ്. സി 3 ആണ്. അങ്ങനെ നമുക്ക് ഡി ഡാഷിനുള്ള കോളം കിട്ടി. ഇനി നമുക്ക് മീൻ നോക്കാം. എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. 62.5 പ്ലസ് -35/87 into 3, 62.5 plus -105 divided by 87, 62.5 plus -1.207, 61.293. മീൻ കിട്ടി. ഇനി നേരത്തെ പോലെ മോഡ് കാണാം. നമ്മുടെ മോഡൽ ക്ലാസ് എന്ന ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി 61 to 64 ആണ് മോഡൽ ക്ലാസ്. L 61, F0 22, F1 25, F2 13, F0, F1, F2. C എന്ന് വെച്ചാൽ 3. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ, അതായത് 143/87 -35/87 ഹോൾ സ്ക്വയർ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 3. മോഡൽ ക്ലാസ് 61 to 64, L 61, F0 22, F1 25, F2 13, C 3. Mode equal to L plus F1 minus F0 by 2F1 minus F0 minus F2 into C equal to 61 plus 25 minus 22 divided by 2 into 25 minus 22 minus 13 into 3 equal to 61 plus 25 minus 22 3, 3 into 3, numerator 3 into 3, denominator 2 into 25 50 minus 22 minus 13, simplify that 15. Or 61 plus 9/15 or 3/5 or 6/10, 0.6. 61 plus 0.6, 61.6. മോഡ് കിട്ടി.
Standard deviation, root of sigma f d dash square by n minus sigma f d dash by n whole square into c. ഇൻറ്റു സി റൂട്ടിന് ഔട്ട് സൈഡിലാണ്, ഈക്വൽ ടു റൂട്ട് ഓഫ്, നേരത്തെ ആ ടേബിളിൽ നിന്ന് വാല്യൂസ് എടുത്ത് എഴുതണം, 143/87 മൈനസ് 35/87 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 equal to root of 1.6437 minus 0.1618 into 3 equal to root of 1.4819 into 3, 1.2173 into 3, 3.652. അപ്പം അരിത്തമാറ്റിക് മീൻ കിട്ടി, മോഡ് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇനി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, mean minus mode divided by standard deviation equal to 61.293 minus 61.6 divided by 3.652 equal to minus 0.084. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ സെക്ഷൻ ബി എന്ന് പറയുന്നത് മൈനസ് 0.084. നമ്മളത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതണം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ സെക്ഷൻ എ ഈസ് മൈനസ് 0.58. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫോർ സെക്ഷൻ ബി ഈസ് മൈനസ് 0.084. Lorentz curve. Lorentz curve is a graphic method of studying dispersion in a series. It is used in business to study the disparities of the distribution of wages, turnover, production, population, etc. In economics, it is useful to measure inequalities in the distribution of income between different countries or between different periods of time. Lorentz curve is a graphic method of studying the dispersion. It was first used by Max O. Lorentz, an economic statistician, for the measurement of economic inequalities such as in the distribution of income and wealth between different countries or between different periods of time. Economists are very often interested in the distribution of income, wealth, etc. It is also of interest to know how far such a distribution departs from one of equality. Lorentz curve gives an idea about the degree of inequality of income or wealth of a group of people. The Lorentz curve can be used to study the inequality of income or wealth in a country and sometimes to make comparisons between countries or between different time periods. അതായത് ലോറൻസ് കർവ് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം അളക്കാൻ ഡോക്ടർ ലോറൻസ് ആവിഷ്കരിച്ച ഒരു രീതിയാണ്. ഭൂമി, ലാഭം, വേതനം, വിറ്റുവരവ് അങ്ങനെ തുടങ്ങിയൊക്കെ വിതരണങ്ങൾ താരതമ്യപ്പെടുത്താൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ലോറൻസ് കർവ് ഈസ് എ ഗ്രാഫ് drawn to a frequency distribution taking the cumulated percentage values of frequencies along the x-axis and cumulated percentage values of the variable along the y-axis. x-axis cumulated percentage values of frequencies, y-axis cumulated percentage value of the variable. x-axis cumulated percentage values of frequencies, y-axis cumulated percentage values of the variable. നമുക്ക് നോക്കാം. Given below are the examples of Lorentz curve. പോപ്പുലേഷനും ഇൻകവും ആണ് തന്നിട്ടുള്ളത് ഇവിടെ. അതിൻ്റെ ലോറൻസ് കർവിൻ്റെ ഒരു സാമ്പിളാണ്, ഒരു മാതൃക. കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം.
ഡയഗണലായിട്ട് വരച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ഈക്വാലിറ്റി ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ലൈനിനെ ഡയഗണലായിട്ട് വരയ്ക്കുന്നത് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ താഴെ കൂടെയുള്ള ഈ ബി എന്ന് പറയുന്നതാണ് ലോറൻസ് കർവ്. എക്സ് ആക്സിസിൽ 0, 10, 20, 30, 40 അങ്ങനെ ഇവിടെ 100 വരെയാണ്. ഈ പോയിന്റിലാണ് 100 വരിക. അതുപോലെ വൈ ആക്സിസിൽ 0, 10, 20, 30 അങ്ങനെ ഇവിടെ നമുക്ക് 100 വരെ എടുക്കാം. അങ്ങനെ 100 ഇവിടെയും 100, എക്സ് ആക്സിലും വൈ ആക്സിലും 100 ഉള്ള ഒരു സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഡയഗണലി ജോയിൻ ചെയ്യുന്ന ലൈൻ പറയുന്നതാണ് പെർഫെക്റ്റ് ഈക്വാലിറ്റി ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ആക്സിസിൽ ഇവിടെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ആണ്, വൈ ആക്സിസിലെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു ലോറൻസ് കർവാണ്. ഇവിടെ ഈ ഡയഗണൽ ലൈൻ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ഈക്വാലിറ്റി. ഇതിൽ ആദ്യത്തെ ലോറൻസ് കർവ് ഇൻകത്തെ സൂചിപ്പിക്കുന്നു. അതിന് താഴെ വരുന്നത് വെൽത്ത് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ലോറൻസ് കർവ് എത്രത്തോളം ലൈൻ ഓഫ് ഈക്വാലിറ്റിയിൽ നിന്ന് അകലെയാണോ അത്രയും അതിൽ ഇനീക്വാളിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. If the Lorentz curve is away from the line of equal distribution, then there is inequality in the distribution. The gap between the curve and the line of equal distribution is the area of concentration. Area of concentration എന്ന് പറഞ്ഞാൽ the gap between the curve and the line of equal distribution. ആ കർവിനും ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും ഇടയിലുള്ള ഭാഗമാണ് ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ. ഈ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കർവും ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് ഇനീക്വാളിറ്റി ഇല്ല എന്നാണ്. ഇവിടെ 2 കർവ്സ് ഉണ്ട്. ഇഫ് 2 കർവ്സ് ഓഫ് ദ 2 ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഷോൺ ഓൺ ദ സെയിം ലോറൻസ് കർവ്. ഇവിടെ അങ്ങനെയാണ്. ഒരു ഒറ്റ ഗ്രാഫിൽ 2 കർവും വരച്ചിരിക്കുകയാണ്. ഇൻകവും വരച്ചിട്ടുണ്ട്, വെൽത്തും ഉണ്ട്. അത് ഏതാണോ കൂടുതൽ അകലുള്ളത് അതിനാണ് കൂടുതൽ ഇനീക്വാളിറ്റി ഉള്ളത്. ദ കർവ് ദാറ്റ് ഈസ് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദി ഡയഗണൽ ലൈൻ റെപ്രസെൻറ്റ്സ് ദി ഗ്രേറ്റർ ഇനീക്വാളിറ്റി. ഇവിടെ വെൽത്തിനാണ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി ഉള്ളത്. കാരണം അതാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നിന്ന് കൂടുതൽ അകലെ വരുന്നത്. ദി ലോറൻസ് കർവ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ income inequalities in a region. From the data collected on the income earned by people in a region, Lorenz curve can be drawn. If the curve is away from the line of equal distribution, there is inequality in income distribution. Farther is the curve from the line of equal distribution, more is the inequality in income distribution. If there is no inequality in distribution, the curve coincides with the line of equal distribution. Line of equal distribution എത്രത്തോളം അകലെയാണോ അത്രത്തോളം അതിന് ഇനീക്വാളിറ്റി ഉണ്ട്. അത് എത്രത്തോളം ലൈൻ ഓഫ് ഈക്വാലിറ്റിയോട് അടുത്ത് കിടക്കുന്നു അത്രയും ഇനീക്വാളിറ്റി കുറവായിട്ട് വരും. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് ലോറൻസ് കർവ് വരയ്ക്കുന്നത്? ദ സൈസ് ഓഫ് ഐറ്റംസ് ആൻഡ് ഫ്രീക്വൻസീസ് ആർ ബോത്ത് കുമുലേറ്റഡ്. നമുക്ക് തന്നിട്ടുള്ള 2 വേരിയബിൾ ഉണ്ടാവും. 2 വേരിയബിൾ ഉണ്ടായിരിക്കും, രണ്ടും കുമുലേറ്റ് ചെയ്യണം. ടേക്ക് ഗ്രാൻഡ് ടോട്ടൽ ഫോർ ഈച്ച് ആസ് 100, അതായത് പെർസെൻറ്റേജ് ആക്കണം. എക്സ്പ്രസ് ദീസ് കുമുലേറ്റഡ് ടോട്ടൽസ് ഫോർ ദ വേരിയബിൾസ് ആൻഡ് ദ ഫ്രീക്വൻസീസ് ആസ് പെർസെൻറ്റേജസ് ഓഫ് ദെയർ കറസ്പോണ്ടിങ് ഗ്രാൻഡ് ടോട്ടൽസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻകം തന്നു വിചാരിക്കാം. ഇൻകം 0 to 10, 10 to 50, 50 to 200, 200 to 500, 500 to 1000 അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ തന്നു വിചാരിക്കും. ഇൻകം തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻകമാണ് വേരിയബിൾ. അപ്പോൾ ആ വേരിയബിളിന് നമ്മൾ എക്സ് ആക്സിൽ എടുക്കുകയാണ്. വേരിയബിളിന് നമ്മൾ വൈ ആക്സിസിൽ എടുക്കാം. ഇൻകം കുമുലേറ്റഡ്
എന്നുള്ളത് വൈ ആക്സിസിലും ഫ്രീക്വൻസി കുമുലേറ്റഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും എടുത്തു. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്നാണ് പറഞ്ഞത്, കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്നാണ് തരുന്നുണ്ടായിരിക്കുക, അതായിരിക്കും ഫ്രീക്വൻസി. അപ്പോൾ അത് കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഫ്രീക്വൻസി എക്സ് ആക്സിസിൽ എടുക്കണം. വൈ ആക്സിസിൽ ഇൻകം കുമുലേറ്റഡ് പെർസെൻറ്റേജും അതുപോലെ വെൽത്ത് കുമുലേറ്റഡ് പെർസെൻറ്റേജുമാണ് എടുത്തിട്ടുള്ളത്. കാരണം 2 ഗ്രാഫ് ഉണ്ട് ഇതിൽ, രണ്ടും ഒരേ ഗ്രാഫ് പേപ്പറിൽ വരച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കറസ്പോണ്ടിങ് ആയ പോയിന്റ് മാർക്ക് ചെയ്യുക, ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കർവ് വരച്ചിട്ടുണ്ട്. ഇതിൽ 2 കർവാണ് കിട്ടിയിരിക്കുന്നത്, ഇൻകം, വെൽത്ത്. വേറൊരു ലോറൻസ് കർവ്, ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഡയഗണൽ ലൈൻ, മറ്റേത് ലോറൻസ് കർവാണ്. ഇവിടെ ഗിനി ഈക്വൽ ടു A/A+B നേടിയിട്ടുണ്ട്. ഗിനി has derived an analytical measure called the concentration ratio. This is the ratio of the area between the Lorenz curve and the line of equal distribution to the area of maximum inequality which is given by the triangle under the line of equal distribution. അതായത് എ എന്ന് പറയുന്നത് ലോറൻസ് കർവും ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും ഇടയിലുള്ള ഏരിയ, അത് ക്യാപിറ്റൽ എ ആണ്. പിന്നെ ആ ഡയഗണൽ ലൈനിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ A+B. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ below the diagonal line. This ratio has the lowest value 0. അതെങ്ങനെ ലോവസ്റ്റ് വാല്യൂ 0 ആവുന്നത്? കാരണം A 0 ആവാം. ഈ ലോറൻസ് കർവും ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കോയിൻസൈഡ് ചെയ്താൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പോൾ 0/A+B 0. മാക്സിമം എത്ര വരും? 1 ആവും. അതായത് ലോറൻസ് കർവ് എന്ന് പറയുന്നത് മാക്സിമം അകലെയാണെങ്കിൽ A+B വരെ മാക്സിമം അകലാം. അപ്പോൾ A+B/A+B ഏകദേശം A+B/A+B 1 അടുത്ത് വരാം. അപ്പോൾ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ് ഗിനി കോഎഫിഷ്യൻറ്റിൻ്റെ. When there is no inequality, the Lorenz curve coincides with the line of equal distribution, then the ratio is 0. When the curve coincides with the triangle formed under the line of equal distribution, the Lorenz ratio is 1. This ratio is known as Gini-Lorenz ratio, or simply Gini coefficient or Lorenz ratio. അതാണ് A/A+B. അടുത്ത്, how to measure variability or inequality from a Lorenz presentation. ലോറൻസ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ആ ലോറൻസ് കർവിൽ നിന്ന് എങ്ങനെയാണ് ഇനീക്വാളിറ്റി അല്ലെങ്കിൽ വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നത്? If there is no inequality in the distribution, the Lorenz curve will coincide with the line of equal distribution. The more the Lorenz curve is away from the line of equal distribution, the greater is the inequality of variability. Line of equal distribution എത്രത്തോളം അകലെ കിടക്കുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഇനീക്വാളിറ്റി കൂടുന്നത്. കൂടുതൽ അകലെയാണെങ്കിൽ കൂടുതൽ ഇനീക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇനി 2 ലോറൻസ് കർവ്, സെപ്പറേറ്റ് ലോറൻസ് കർവ് വരയ്ക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ലോറൻസ് കർവ്സ് ക്യാൻ ബി ഡ്രോൺ ഓൺ ദ സെയിം ഗ്രാഫ് പേപ്പർ ഫോർ ദ ഡാറ്റ ഷോയിങ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 regions. A comparison between the 2 Lorenz curves will give an idea about the degree of inequality in the 2 regions. The Lorenz curve which is farthest from the line of equal distribution shows more inequality. Inequality in income distribution is less in that region for which the Lorenz curve is nearest to the line of equal distribution. ഒരേ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ 2 ലോറൻസ് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഏതാണോ കൂടുതൽ അകലെയുള്ളത് അതിന് കൂടുതൽ ഇനീക്വാളിറ്റി ഉണ്ട്, അടുത്ത് കിടക്കുന്നതിന് കുറഞ്ഞ ഇനീക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നിയറസ്റ്റ് ആണെങ്കിൽ അതിന്
ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്താണെങ്കിൽ ഇനീക്വാളിറ്റി കുറവായിരിക്കും, അകലെയാണെങ്കിൽ ഇനീക്വാളിറ്റി കൂടുതലായിരിക്കും. അതായത് യൂസസ് നോക്കാം. ലോറൻസ് കർവ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ വേരിയബിലിറ്റി ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. കമ്പയർ ദ വേരിയബിലിറ്റി റിലേറ്റിംഗ് ടു എ ഫിനോമിനൻ ഫോർ 2 regions. സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ വേരിയബിലിറ്റി ഓവർ എ പീരീഡ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിലിറ്റി അറിയാം, ലോറൻസ് കർവ് യൂസ് ചെയ്യാം, പിന്നെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരേ ഗ്രാഫിൽ തന്നെ ഒന്നിലധികം ഒരു ഗ്രാഫ് പേപ്പറിൽ തന്നെ ഒന്നിലധികം കർവുകൾ വരയ്ക്കുക. അതിനുശേഷം അത് കമ്പയർ ചെയ്യാൻ കഴിയും. ഏറ്റവും കൂടുതലുള്ളതിന് കൂടുതൽ ഇനീക്വാളിറ്റി, കൂടുതൽ അകലെയുള്ളതിന് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതൽ അകലെയാണെങ്കിൽ കൂടുതൽ ഇനീക്വാളിറ്റി ഉണ്ട്, കൂടുതൽ അടുത്താണെങ്കിൽ കുറഞ്ഞ ഇനീക്വാളിറ്റിയാണ്. അതുപോലെ സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ വേരിയബിലിറ്റി ഓവർ എ പീരീഡ്. ഇതാണ് ലോറൻസ് കർവിൻ്റെ യൂസസ്. അപ്പോൾ ലോറൻസ് കർവ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഇൻകം ഇനീക്വാളിറ്റീസ് ഇൻ എ റീജിയൻ and study the variability in a distribution. Compare the variability relating to a phenomenon for 2 regions. Study the changes in variability over a period.